ഉണ്ടോ ഇല്ലയോ? ഞാൻ പറഞ്ഞ വാചകത്തിന് തെറ്റാണോ അർത്ഥം? നിങ്ങളത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇല്ല എന്ന് പറയാം. ഞാൻ ഇപ്പോൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയാണോ? അങ്ങനെയാണോ? തെറ്റുണ്ട്. ഇത് ഞാൻ അർത്ഥം വെച്ച തെറ്റുണ്ടോ ഉണ്ടോ ഇല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് വേണ്ട. ഉണ്ടോ ഇല്ലയോ അർത്ഥം വെച്ച തെറ്റുണ്ടോ? ഷഫാഅത്തിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അല്ല ഞാൻ അർത്ഥം വെച്ച അല്ല പറയട്ടെ, ഷഫാഅത്തെല്ലാം നമ്മൾ എതിർക്കുന്നില്ല. അല്ല എതിർക്കുന്നില്ല. ഈ ഷഫാഅത്ത് തേടിയതിനെ കുറിച്ച് അതിന്റെ വചനം ഇതൊക്കെ മുപ്പേർക്കറിയാം. ഇവരോട് ചോദിച്ചാൽ മതി. ആ ഇസ്തിഷ്ഫ ഷഫാഅത്തിനെ തേടിയതിന്റെ ഞാൻ മാത്രം ചോദിക്കണം. ഈ ശുപാർശ തേടിയത് ഇസ്തിഹാസയാണോ? വഫാത്തിന് ശേഷം റസൂലുള്ളാഹിയോട് ശുപാർശ തേടൽ ശിർക്കാണോ അല്ലയോ? ഇതിന് നിങ്ങൾക്ക് എതിർപ്പില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? എന്നുള്ളത് ശിർക്കാണെന്ന് മുജാഹിദ് പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതിന് നിങ്ങൾ ഇപ്പൊ നിഷേധിക്കുന്നതാണോ? ഇതാണ് എന്റെ ചോദ്യം. ഞങ്ങൾക്ക് ഷഫായത്ത് തരണം എന്ന് പറയാൻ പാടുണ്ടോ? അത് ഇതിൽ പറഞ്ഞ എതിരുണ്ടോ? അതല്ല, ഇത് റസൂലുള്ളാഹിക്ക് ഷഫായത്തിനുള്ള അധികാരം കൊടുക്കാൻ വേണ്ടിയുള്ളതാണോ? അള്ളാഹുവോട് പറയലാണോ? റസൂലുള്ളാഹിക്ക് ഷഫായത്ത് കൊടുക്കണം ഖിയാമത്ത് നാളിൽ. നാളിൽ വിചാരണ എടുക്കാൻ വേണ്ടി എന്നാണോ? ആ സ്ഥാനം എനിക്ക് വേണ്ടി അതാണ് ഞാനായിരിക്കണം ഒരാളെ ഉണ്ടാവും. അങ്ങനൊന്നും നമ്മൾ ചോദിച്ചിട്ടില്ല. അങ്ങനെ സാധ്യത പറയുകയാണെങ്കിൽ അത് പദവിയിലേക്ക് അതാണല്ലോ. നിങ്ങൾ അതിന്റെ ഇതൊന്നും നിങ്ങൾ എന്തെങ്കിലും ഒന്ന് വായു. ഞാൻ ഇത്ര നേരമായി പറയുന്നു. നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തി. നിങ്ങളെ വിളിച്ചു വരുത്തി. നമ്മളൊക്കെ ഇടുന്ന വിളിച്ചു ഇയാൾ പറഞ്ഞില്ല. അല്ല അത് നിങ്ങളെ പറഞ്ഞ നിങ്ങൾ ഇതിന്റെ ഒരു മറുപടി പറയൂ. ഫോണിൽ നിങ്ങൾ ഇനിയോ പറയട്ടെ. ഓക്കെ. അല്ല 3 അറ്റാക്കിൽ അൻസാർ അൻസാറിനോട് മാത്രമല്ലല്ലോ സംസാരിക്കുന്നത്. അവിടെ നല്ല പണ്ഡിതന്മാരോട് ഇയാൾക്ക് ഉത്തരം കിട്ടിയെന്ന് പറഞ്ഞത് ഇല്ല എന്ന് ഞങ്ങൾക്ക് ഇപ്പൊ പറയുന്നത്. കാരണം അജ്മൽ എല്ലാ ആളെ വിളിക്കൂ. നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ? ഉത്തരം കിട്ടിയോ? ഉത്തരം പറയൂ. പറയൂ. നിങ്ങൾ ഏതാ ഉത്തരം? എന്നോടല്ലാതെ പറഞ്ഞു. അജ്മലിനോട് പറഞ്ഞാൽ ഉത്തരം എന്താണ് ഉത്തരം? പറയൂ. ഉത്തരം കിട്ടിയാൽ നിങ്ങൾ വേഗം എഴുതൂലേ? നമ്മൾ സാധാരണ പരീക്ഷ എഴുതുന്നത് അങ്ങനെയല്ലേ? പിന്നെ ആലോചിക്കുമോ? പ്രവാചകന്റെ ഷഫാഅത്തിനെ പിന്നെ എല്ലാ ഷഫാഅത്തിനും ഞങ്ങൾ എതിർക്കുന്നില്ല. അതിൽ എതിർക്കുന്ന ഷഫാഅത്തും അല്ല അത് ഇതിലല്ല അല്ല. ഈ എന്റെ ചോദ്യം റസൂൽ സല്ലല്ലാഹുവോട് വഫാത്തിന് ശേഷം ശുപാർശ തരണേ എന്ന് പറയല് നിങ്ങൾ എതിർക്കുന്ന ശുപാർശയല്ലേ? വഫാത്തായ പ്രവാചകനോട് ഖബറിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ എനിക്ക് ശുപാർശ ചെയ്യണേ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ എതിർക്കുന്ന ശുപാർശല്ലേ? അതല്ലേ ഇത്? അതാണെങ്ങനെ തെളിയിക്കും. ഈ വാചകത്തിന് പിന്നെ മഹ്ശറിൽ വെച്ച് ആളുകളെ വിചാരണക്കെടുക്കാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്തിന്റെ അധികാരം കൊടുക്കണം എന്നുള്ള പ്രാർത്ഥനയാണോ? അങ്ങനെയാണെങ്കിൽ അതാണ് പറഞ്ഞത്. നേരത്തെ അംഗീകരിക്കും. ഞാൻ അംഗീകരിക്കാത്ത നിങ്ങൾ അംഗീകരിച്ചിട്ടില്ല. ശരിക്കും നിങ്ങൾ പ്രസ്ഥാനം അംഗീകരിക്കുന്നില്ല, നിങ്ങൾ അംഗീകരിക്കുന്നുള്ളൂ. പ്രതിസന്ധിയാണുള്ളത്. ഇത് ഇമാനങ്ങളുടെ ഉദാഹരണമാണോ? പിന്നെ ഹിദായത്താണോ? ചോദ്യം വരും. കിതാബ് ഫുള്ള് കൊടുത്തിട്ടുണ്ടല്ലോ. ഫുള്ള് എടുത്തു കൊടുക്കാം. ഇവിടെ ഉണ്ടാവുമല്ലോ. അല്ല അതിന് മുമ്പേ നോക്കി പറയാലോ. ഉത്തരനാണെങ്കിൽ ഉത്തരനാണെന്ന് തെളിയിക്കട്ടെ. എന്നിട്ടല്ല ശേഷമല്ലേ നിങ്ങൾ തെളിയിച്ചിട്ട്
വേറെ വെച്ച് വെച്ചോ നിങ്ങൾ പറഞ്ഞു. അല്ല ഇതിപ്പോ കിട്ടിയ ഉത്തരം പറയാൻ വേറെ അല്ലെങ്കിൽ അയാളെന്ത് പറയണ കിട്ടിയ ഉത്തരം ഇതാണ്. അയാൾ കിട്ടിയ ഉത്തരം കിട്ടിയിട്ട് എന്താണ് ഈ ശഫായത്ത് ഖിയാമത്ത് നാളിൽ ശഫായത്ത് കൊടുക്കണം എന്നാണ് ഒരു കിട്ടിയ ഉത്തരം. അത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഈ പദത്തെ മൂപ്പര് പറയട്ടെ. അല്ല മൂപ്പരൊന്ന് പറയട്ടെ. ചിലപ്പോ ഞാൻ അറിഞ്ഞ ഉത്തരം അറിഞ്ഞിട്ടില്ല എന്ന് പറയും. മൂപ്പര് നിങ്ങൾ ഉത്തരം ആ ഉത്തരം കിട്ടിയ ഉത്തരം ഉത്തരം പറയട്ടെ. എന്താണ് ആ ഉത്തരം? അതന്നെ പരലോകത്തിലെ ശഫാഅത്ത് തവസ്സിലോ ചുമ്മാ തവസ്സില് ബിഹിന്നില്ലേ അത് പറഞ്ഞോക്കാം. തവസ്സലു ബിഹി ഫീ ഹഖ്ഖി നഫ്സിഹി. സ്വന്തം ആവശ്യത്തിന് വേണ്ടി തവസ്സിലാക്കണം എന്ന് പറയുന്നത് പരലോകത്ത് പോയിട്ട് ആക്കണം എന്നാണോ അല്ല ദുനിയാവിൽ ആക്കണം എന്നാണോ? ബാക്കിന്റെ പരലോകത്താണെന്ന് അതിന്റെ വാക്ക് വായിച്ചു നടത്തും. നമ്മള് നിങ്ങൾ ഓരോന്നും പറയണം. നിങ്ങളെന്തായാലും മറുപടിയിലേക്ക് പ്രവേശിച്ച് നമ്മൾ നല്ല രൂപത്തിലാക്കാം. നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം പറയാം. നിങ്ങൾ ഇങ്ങനെ സമയത്തില്ല. ഇന്നലെ മെന്നാന്നങ്ങാ പറയുന്നത് ഉത്തരം കിട്ടിയത് ബിഹി എപ്പോ നമ്മുടെ ദിവസം പരലോകത്ത് അതിന്റെ പരലോകത്ത് തന്നെ വാക്കും വായിച്ച് അർത്ഥം വെക്കട്ടെ. പരലോകത്തെ ശഫാഅത്തിന് എന്തെന്നാ ഇപ്പൊ പറഞ്ഞത്? ഇത് മരിച്ചിട്ട് ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങളെന്താ ഇപ്പൊ പറഞ്ഞത്? അല്ല ഒരു അപേക്ഷ ഇത് പിന്നെ ഞാനായിരുന്നു പറഞ്ഞ എങ്ങനെ ഞാൻ അറിഞ്ഞിട്ടില്ല ഇങ്ങനൊന്നും മറ്റൊരു പറയരുത്. അയാളായിട്ടല്ലേ തർക്കം. അപ്പൊ നിങ്ങൾ പറയുന്ന അയാൾ പറയുന്ന രണ്ടും ഒരേ കാര്യമാണോ ഒരേ വാദമാണോ? അയാൾ പറയട്ടെ. ഇപ്പൊ ക്യാമറ ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ അതേപോലെ പറയാം. അയാൾ പറയട്ടെ. ഇത്ര പ്രയാസമുള്ള വിഷയം ഇതെന്താ നിങ്ങളെന്താ വായിക്കാത്തത്? പിന്നെന്താ നിങ്ങൾക്ക് എന്തോ ഒരു കള്ളക്കളിയില്ലല്ലോ. ഞാൻ നിങ്ങളോട് അന്ന് ചോദിച്ചിട്ട് കളവ് പറയുന്നത് എന്നോട് ഫത്തുൽ ബാരി കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു ഫത്തുൽ ബാരിക്കിന് കൂടിയാണ് ഞാൻ അറിയില്ല. പിന്നെ ഫത്തുൽ ബാരി കണ്ടിട്ടുണ്ടെന്ന് പറയാൻ ഞാൻ ചോദിച്ചു കളവ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അന്ന് ഉത്തരം കിട്ടിയെന്ന് പറയാൻ കളവായിരുന്നോ? എന്നാ ഈ ഉത്തരം ഒന്ന് പറ. അതിൽ ഈ ഭാഗത്ത് കിട്ടേണ്ട ഉത്തരം എന്ത്? ഏത് വാചകത്തിന്റെ അർത്ഥമാണത്? അല്ല അർത്ഥം എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം ആ പരലോകത്തെ സംഭവമാണെന്ന് നമുക്ക് പറയുന്നത്. അപ്പൊ മരിച്ച പരലോകത്ത് നിന്ന് റസൂലുള്ളാഹി സിയാറത്ത് ചെയ്യുന്ന കാര്യമാണോ എന്താണ് പറഞ്ഞത്? ദുനിയാവിലുള്ളതാണോ? ഈ തവസ്സൽ പറയുന്ന ആൾ ദുനിയാവിലും അല്ല ആഖിറത്തിലും? വ്യക്തമായിട്ട് പറയാനാവില്ല. ഞാനതിലിപ്പോ കക്ഷി ചേരുക. പ്രശ്നം എന്താന്ന് എനിക്കറിയാം. നിങ്ങളെക്കാൾ 10-30 വയസ്സ് എനിക്ക് അധികം ഉണ്ട്. അതുകൊണ്ട് പ്രശ്നം എനിക്കറിയാം. നിങ്ങളുടെ ഉദ്ദേശം എന്താ? എല്ലാവർക്കും തിരിയണം. ഇതൊരു ബോർ പരിപാടി. അങ്ങനെ എന്തെങ്കിലും പറ. അല്ല പറ്റൂട്ടോ. ഉപരിക്ക് ഇങ്ങനെ സഹായം ചേടാ വിളിക്കാം. ചെയ്യാം പ്രിൻസിപ്പാളോട് ചെയ്യാം. പ്രിൻസിപ്പാള് അല്ലേ ഇവരോടുകൂടി പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഞാനല്ലായിരുന്നു പറഞ്ഞതെന്ന് പറയരുത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഇതുവരെ നിങ്ങൾ പറഞ്ഞ അങ്ങനെ ഞാൻ അറിഞ്ഞിട്ടില്ല ക്യാമറ അല്ല ഇതിങ്ങനെ ഇത് വെറുതെ കേൾക്കിങ്ങനെ പോകുന്നത്. ഇതിനെല്ലാം ഇങ്ങനെ ഓടുന്നുണ്ട്. നിങ്ങൾ ഒന്നും വേസ്റ്റ് ആക്കട്ടെ. വേറെ അതായത് ഉത്തരം കിട്ടിയിട്ട് വിളിച്ചാണല്ലോ. പിന്നെ ഉത്തരം കിട്ടിയിട്ട് വിളിച്ചത് അല്ല അയാൾക്ക് പറഞ്ഞല്ലോ ഇത് പരലോകത്താണെന്ന്. അതൊന്ന് വിശദീകരിച്ച് പറഞ്ഞോട്ടെ. അതിനർത്ഥം വാക്കാന്ന് അർത്ഥം വെച്ചിട്ട് പറയല്ലോ. മൂപ്പർ വായിക്കും.